നമസ്കാരം. ഞാനൊരു വീട് വെക്കാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളിൽ ചില ആൾക്കാരൊക്കെ എൻ്റെ പേരൻസിനോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ അവൻ്റെ പേരിൽ വസ്തു മേടിക്കാൻ ശ്രമിക്കുന്നത്? കാരണം ഞാൻ വസ്തു മേടിച്ച സമയത്തൊക്കെ കുറച്ച് പൈസയൊക്കെ എൻ്റെ ഫാദർ തന്നു. അപ്പം എന്തിനാ നിങ്ങൾ അവൻ്റെ പേരിൽ മേടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ പേരിൽ മേടിക്കല്ലോ, ഇന്നത്തെ കാലമല്ലേ എന്നൊക്കെ. അപ്പം കേട്ട ചില ആൾക്കാർക്കൊക്കെ ദേഷ്യം വന്നു. ഇവരെന്തിനാ, ചില ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ ഈ കുടുംബക്കാരൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിലെ പേഴ്സണൽ കാര്യത്തിനകത്തൊക്കെ ഇടപെട്ട് ചുമ്മാ കുളമാക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്. എനിവേ, ഞാനതിനെ വലിയ കാര്യമാക്കിയൊന്നും എടുക്കുന്നില്ല. കാരണം ഇന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നല്ല, പണ്ടുമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. നോർത്ത് ഇന്ത്യ ഏരിയയിലുള്ള ഒരു ഫാമിലിയിൽ ഒരു ഒറ്റ മകനേ ഉള്ളൂ. ഫാദർ ജോലി ചെയ്യുന്നുണ്ട്, മദറും ജോലി ചെയ്യുന്നുണ്ട്. അവർ റിട്ടയർഡായി നിൽക്കുകയാണ്. അവർ ബോംബെയിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലെ വേറെ സ്ഥലത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. കാരണം മകൻ്റെ ജോലി സ്ഥലത്തിനടുത്താണ് ആ ഒരു ഫ്ലാറ്റ് മേടിക്കാമെന്ന് എഴുതിയിട്ട് അവരങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവർ പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. അവിടത്തേക്ക് ഫ്ലാറ്റ് മേടിക്കണം, കുറച്ച് രൂപ ലോൺ എടുക്കണം. അപ്പോൾ ആ എമൗണ്ട് വൈഫിൻ്റെ പേരിൽ മകനെടുത്തു. ബാക്കിയുള്ള എമൗണ്ട് ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബോംബെയിലുള്ള വീട് വിറ്റ്, അത് അപ്പൻ മേടിച്ച വീടാണ്, അത് വീട് വിറ്റ് ആ മുഴുവൻ പൈസയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അപ്പൻ്റെ റിട്ടയർമെൻറ്റ് കിട്ടിയ പൈസ എല്ലാം ഈ വീടിന് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ആ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അവർ ആ പുതിയ സ്ഥലത്തേക്ക് താമസമായി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ മകനങ്ങ് മരിച്ചു പോവുകയാണ് അൺഎക്സ്പെക്റ്റഡായിട്ട്. എനിവേ, അടക്കമൊക്കെ കഴിഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മകൻ്റെ അമ്മായപ്പനും അവരുടെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ അപ്പനോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് അടുത്ത പരിപാടി? അദ്ദേഹം പറഞ്ഞ്, ഇനി എന്ത് പരിപാടിയാണ്, ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതല്ല, മകൾ ചെറുപ്പമല്ലേ, മരുമകൾ ചെറുപ്പമല്ലേ, അവർക്കൊരു ജീവിതം വേണ്ടേ, നിങ്ങളിങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് ശരിയാണോ എന്ന്. 2 മക്കളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇത് എൻ്റെ മോൻ്റെ വീടല്ലേ, ഇവിടെ നിന്നല്ല, ഞാനിപ്പം വേറെ ഇതെങ്ങോട്ട് പോകാനാണ്. അപ്പം അവർ വന്നവർ പറഞ്ഞു, അതങ്ങനെയല്ല, അവൾക്കൊരു ജീവിതം വേണ്ട, അവളിനി നാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ബുദ്ധിമുട്ടാകത്തില്ലേ എന്ന്. അത്രയും നാളും വളരെ സ്നേഹമായിട്ട് നിന്ന മരുമകൾ എന്തെങ്കിലും ഇതിനെതിർത്ത് പറയുമെന്ന് അവർ കരുതി. പക്ഷേ അവൾ വളരെ മൗനമായിട്ട് നിന്നു. വിഷമം താങ്ങാൻ വയ്യാതായിരിക്കാം ആ മനുഷ്യനും ആ ഭാര്യയും കുറച്ച് നാളത്തേക്ക് വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം അവരവിടെ നിന്നും പോയി. എവിടെയാണെന്ന് പോലും അറിയത്തില്ലെന്നാണ് പഴയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞേ, നമ്മളുണ്ടാക്കുന്ന പൈസ മക്കളുടെ മേൽ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ചിലപ്പം അത് നല്ല രീതിയിലാകണമെന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കതുകൊണ്ട് അതിനകത്ത് വലിയ വിഷമം ഉണ്ടായതുമില്ല. താങ്ക് യു.